ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ സുധിക്ക് ഒരു 30 ലക്ഷം രൂപയാണല്ലോ നഷ്ടമായിരിക്കുന്നത്. അതും പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. വലിയ കൊട്ടാരം വാങ്ങാൻ പോയതാണല്ലോ നമ്മുടെ സുധി. അങ്ങനെ അവിടെയും സുധി ചതിക്കപ്പെടുകയാണ്. ആ വിശേഷങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ എൻ സ്ക്രീനിലുണ്ട്, കാണണേ. അതേസമയം പിന്നീടാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അതിലും വലിയൊരു അബദ്ധം തന്നെയാണ് കേട്ടോ. നീലിമയെ കണ്ടെത്തുകയാണ് സച്ചിക്ക് നീലിമയെ മനസ്സിലായി കഴിയുമ്പോൾ നീലിമയെ വിളിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് ആ 55 ലക്ഷം രൂപയുടെ കാര്യങ്ങളും സത്യാവസ്ഥയും മുഴുവൻ എല്ലാവരുടെയും മുമ്പിൽ വിളിച്ചു പറയുക. അങ്ങനെ ശ്രുതിയും അവിടെ പെട്ടുപോവാണ്. നീലിമ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ ആ പണം തിരികെ നൽകിയതാണെന്ന്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സുധിയെ പറ്റിച്ച ആ 30 ലക്ഷവും രൂപയുമായിട്ട് പോയിരിക്കുകയാണ് നമ്മുടെ ആ തട്ടിപ്പുകാരെല്ലാം കൂടി. അങ്ങനെ സുധി ആകെപ്പാട് പാളി ആ വലിയ കൊട്ടാരം പോലത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി പഴയ വീട്ടിലേക്ക് തന്നെ വന്നിരിക്കുക. അവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ സച്ചി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. എല്ലാവർക്കും ഭയങ്കര വിഷമാണ് കേട്ടോ. ചന്ദ്രയൊക്കെ ഒരുപാട് വിഷമിച്ചിരിക്കുക. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതൊക്കെ ഇപ്പോൾ ആദ്യത്തെ സംഭവമാണോ? നമ്മുടെ സൂചിച്ചേട്ടന് ഇതെപ്പോഴും സംഭവിക്കുന്നതല്ലേ? മണ്ടത്തരത്തിൻ്റെ ആശാനല്ലേ ഇവന്. പണം ഇങ്ങനെ കൊണ്ട് കളയാന്നുള്ളത് എപ്പോഴും ഉള്ളതല്ലേ. പിന്നെ ഇത് ഓർത്തൊന്നും ആരും വിഷമിക്കേണ്ടെന്ന് പറയാം. അങ്ങനെ സച്ചി തീരുമാനിക്കുകയാണ് കേട്ടോ, എങ്ങനെയെങ്കിലും ഈ കള്ളന്മാരെ കണ്ടെത്തണം. ആ വീടിൻ്റെ ഉടമസ്ഥനാണെന്ന് പറഞ്ഞിട്ട് പണം തട്ടിയെടുത്തവരെ കണ്ടെത്തണം എന്ന് വിചാരിച്ചിട്ട് സുധിയുടെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, ഒരു പാർക്ക് ഫ്രണ്ട്, അയാളാണ് ഇതെല്ലാത്തിൻ്റെ ഒരു ബ്രോക്കറായിട്ട് നിന്നത്. അപ്പോൾ അയാളെ കൂട്ടിയിട്ട് ഈ തട്ടിപ്പുകാരെ കണ്ടെത്താനായിട്ട് സച്ചി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പോയി കഴിയുമ്പോഴേക്കും ആ ബീച്ച് ഹൗസിൻ്റെ അടുത്ത് തന്നെ കരിക്ക് വെള്ളം കച്ചവടം ചെയ്യുന്നവരുണ്ടായിരുന്നല്ലോ, ആ രവിയോടും അതുപോലെ തന്നെ ചന്ദ്രയോടും ഒക്കെ സംസാരിച്ച ആ മനുഷ്യൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ വീടിൻ്റെ ഉടമസ്ഥരെ കുറിച്ചൊക്കെ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അവരവിടെ വാടകയ്ക്ക് താമസിച്ചാണ്, അവരൊരു ശരിക്കും ഉടമസ്ഥരാണെന്നൊന്നും തോന്നുന്നില്ല, പക്ഷേ എന്തോ ഒരു തട്ടിപ്പുകാരാണ് എന്നൊക്കെ പറഞ്ഞാൽ അയാൾ കുറേ വിവരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടെ നിന്നോളാമെന്ന് പറയാണ് കേട്ടോ നമ്മുടെ സുധിയുടെ ഈ ഫ്രണ്ട്. എനിക്കതിന് കമ്മീഷൻ തരണം, അയാളെ കണ്ടെത്തുന്നവരെ സച്ചിയുടെ കൂടെ നിന്നോളാമെന്ന് പറയുക. അപ്പോൾ സച്ചിയും പറയുന്നുണ്ട്, ആ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാണ്. അങ്ങനെ രേവതിയാണെങ്കിൽ ആ സമയത്ത് മാല കൊടുക്കാൻ പോകുന്ന സമയത്ത് രേവതിയുടെ അമ്മയും ദേവുവും കൂടി അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ ആ സമയം രേവതിയും അങ്ങോട്ട് പോവുക, അമ്മയുടെയും ദേവുവിൻ്റെ അടുത്ത് പോവുകയാണ്. അങ്ങനെ അവർ അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിയെ സച്ചി വിളിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഞങ്ങളിവിടെ ക്ഷേത്രത്തിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്, അമ്മയും ദേവും ഇവിടെയുണ്ട്, സച്ചിയേട്ടനോട് ഇങ്ങോട്ട് വരാൻ പറയാം. അങ്ങനെ സച്ചി കൂടി ആ അമ്പലത്തിന് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഈ പറ്റിയ അബദ്ധത്തെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതേസമയം നീലിമയാണെങ്കിൽ സച്ചിക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സമ്മാനമായിട്ട്. ആ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സച്ചി അങ്ങ് ചെല്ലുമ്പോൾ ദേവ് പറയാം, സച്ചിയേട്ടൻ വലിയ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വന്നിരിക്കുന്നു, ഇത് കണ്ടോ രേവതി ചേച്ചി എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് താരാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ തന്നേ? ഇതൊന്നും ഇല്ലായിരുന്നല്ലോ രാവിലെ എന്ന് പറയാം. അപ്പോൾ സച്ചി പറയാം, അതെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ഫ്രണ്ടല്ല, എന്നെ ഒരു ഓട്ടം വിളിക്കുന്ന ഒരു മേഡം ഉണ്ട്, അവർ കാനഡയിലാണ്. അവിടെ നിന്ന് വന്നപ്പം അവരെനിക്ക് സമ്മാനമായിട്ട് തന്നതാണ് ഈ കൂളിംഗ് ഗ്ലാസ്. അപ്പോൾ ദേവ് പറയാം, രേവതി ചേച്ചി സൂക്ഷിച്ചോ കേട്ടോ, കാനഡയിൽ നിന്ന് വന്ന ആ മേഡം സച്ചിയേട്ടന് കൂളിംഗ് ഗ്ലാസ് ഒക്കെ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പം സച്ചി പറയും, ഒന്ന് പോടി ദേവു, നീ വേറെ വല്ലതും പറ. ഇത് കണ്ടോ, ഇത് രേവതിക്കും സമ്മാനം തന്നിട്ടുണ്ട്, ഇവക്കും അറിയാം ആ മേഡത്തിൻ്റെ കാര്യം, ഇവളെ എപ്പോഴും തിരക്കുന്നതാ, ഞാൻ എപ്പോഴും ഇവളുടെ കാര്യം അവരോട് പറയാറുമുണ്ട്, അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്കും അവർ ഒരു കൂളിംഗ് ഗ്ലാസ് തന്നിട്ടുണ്ട്, കണ്ടോ രേവതി, നീ ഇതൊന്ന് വച്ചേ എന്ന് സച്ചി പറയാം. അങ്ങനെ രേവതി ആ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇങ്ങനെ വെക്കുക. വച്ചപ്പോൾ സച്ചി പറയാം, ബാബാ നമുക്ക് സെൽഫിയൊക്കെ എടുക്കാം, കുറച്ച് ഫോട്ടോ എടുത്ത് തന്നെ ദേവു എന്നൊക്കെ പറഞ്ഞ് ദേവുവും കുറച്ച് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവർ സെൽഫിയൊക്കെ എടുക്കുക രണ്ടുപേരും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ദേവ് പറയുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, 2 പേർക്കും ചേരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ ദേവ് പറയാം, ആ ഫോണിൽ കാണിച്ച് ഒന്ന് നോക്കട്ടെ 2 പേരുടെ ഫോട്ടോസൊക്കെ എന്ന് പറഞ്ഞ് ദേവു സച്ചിയുടെ ഫോൺ അങ്ങ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ മാറ്റി നോക്കുകയാണ് കേട്ടോ. ഇവർ സെൽഫി എടുത്തിരിക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിലൊരു ഫോട്ടോയിൽ നീലിമയെ കാണുന്നത്. അപ്പോൾ ഉടനെ തന്നെ ദേവു ഇങ്ങനെ നോക്കി നിൽക്കുക. എന്നിട്ട് എവിടെയോ ഞാൻ ഇവരെ കണ്ടിട്ടുണ്ടല്ലോ, ഇതേതാ ഈ സ്ത്രീ, ഇവരെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക.
എന്നിട്ട് സച്ചിയോട് ചോദിക്കുക, സച്ചിയേട്ടാ ദേ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ സ്ത്രീ ഏതാ? ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഇതാരാ സച്ചിയേട്ടാന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയാ, അതെ ഇത് ഞാൻ ആ ഓട്ടം വിളിക്കുന്ന മേഡം ഇതാണെന്ന് പറയാണ്. അപ്പോൾ ദേവു ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാം, ശരിയാ ശരിയാ, ഇവരെ ഞാൻ കണ്ടത് എവിടെ വെച്ചാണെന്ന് ഓർക്കുന്നുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ അവരുടെ പേര് അതും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇവരെ ഞാൻ കണ്ടത് എവിടെ വെച്ചാണെന്നറിയാവോ? നിങ്ങളുടെ കല്യാണം ഇല്ലായിരുന്നോ അന്ന്? എന്നിട്ട് പറയാം, നിങ്ങളുടെ കല്യാണം അല്ല കേട്ടോ, അത് സച്ചിയേട്ടൻ്റെ ചേട്ടൻ സുധിച്ചേട്ടൻ്റെയും അതുപോലെ തന്നെ രേവതി ചേച്ചിയുടെയും കല്യാണം ഉറപ്പിച്ച ദിവസമില്ലായിരുന്നോ? അന്നാണ് ഞാൻ ഇവരെ കണ്ടത്. അവരാ വിവാഹ പന്തലിൽ എത്തിയിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അവിടെ വന്ന് സുധിച്ചേട്ടനുമായിട്ട് സംസാരിക്കുകയും തോളി കൈയിട്ട് നിൽക്കുകയും കയ്യിന് ബലമായിട്ട് പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടതാ. അപ്പോഴേ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുകയും ചെയ്തു. അപ്പോൾ ഞാൻ രേവതി ചേച്ചിയോട് പറഞ്ഞപ്പോൾ രേവതി ചേച്ചി പറഞ്ഞു, അതേതെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കും, അവർ നല്ല ഫ്രണ്ട്സ് ആയിക്കൊണ്ടായിരിക്കും അങ്ങനെയെന്ന്. പക്ഷെ എന്തോ പന്തികേട് തോന്നിയതുകൊണ്ട് ഞാൻ അവിടെ ശ്രദ്ധിച്ച് നിന്നതാ. അപ്പോൾ സുധിച്ചേട്ടനുമായിട്ട് അവർ സംസാരിക്കുകയും ചെയ്തു. നീലിമയെന്ന് അവരുടെ പേര്, എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നേ, നീലിമ. ആ അതെ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയാ, ശരിയാ നിനക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ, നീലിമ എന്ന് തന്നെയാണ് അവരുടെ പേര്. അവർ കാനഡയിലാണ്. പിന്നെ സുധിയുടെ കല്യാണത്തിന് അവർ വന്നിട്ടുണ്ടാവുമോ? അപ്പോൾ ഉടനെ തന്നെ ദേവു പറയാ, എൻ്റെ സച്ചിയേട്ടാ ഇപ്പം കാര്യങ്ങൾ പിടികിട്ടിയില്ലേ, അതാ സുധിച്ചേട്ടൻ്റെ കാമുകി. സുധിച്ചേട്ടനെ 55 ലക്ഷം രൂപ പറ്റിച്ചുകൊണ്ട് പോയ ആ സ്ത്രീ അവർ കാനഡയിൽ തന്നെയാണെന്നല്ലേ പറഞ്ഞത് സുധിച്ചേട്ടൻ. അതുപോലെ തന്നെ നീലിമയെന്ന് അവരുടെ പേരൊന്നും പറഞ്ഞില്ലേ, അപ്പോൾ ഇത് അവർ തന്നെയായിരിക്കും, അവർ കാനഡയിൽ നിന്ന് വന്നതായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയാം, ശരിയാ ചിലപ്പോൾ അങ്ങനെയായിരിക്കും അല്ലേ, അവളായിരിക്കും അച്ഛൻ്റെ പെൻഷൻ പണം 55 ലക്ഷം രൂപ തട്ടിയെടുത്തോണ്ട് പോയത് ആ പൊട്ടൻ സുധിയെ പറ്റിച്ച്. കൊള്ളാവല്ലോടി, ഇപ്പം തേടിയ വള്ളി കാലിച്ചെട്ടി. ഏതായാലും ഞാൻ അവളെ കണ്ട് സംസാരിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. ആ പണം അവളോട് എങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങണം. ഞങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട പണം ആ പൊട്ടൻ സുധി കൊണ്ട് തട്ടിക്കളഞ്ഞത്. അവനെ പറ്റിച്ചുകൊണ്ട് പോയതിലല്ല, അവളോട് ആ പണം ഞാൻ തിരികെ വാങ്ങിക്കൂന്ന് പറയാം. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, അതേ സച്ചിയേട്ടാ, അവളെ കണ്ട് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ആ പണം തിരികെ തരാൻ ആവശ്യപ്പെടണം. അങ്ങനെ അത് പറ്റിച്ചുകൊണ്ട് അവൾ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ സച്ചി പറയാം, ശരി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് വണ്ടി എടുത്ത് പോവുക നീലിമയുടെ ഫ്ലാറ്റിലേക്ക്. അങ്ങനെ നല്ല ദേഷ്യത്തിലാണ് കേട്ടോ സച്ചി ചെല്ലുന്നത്. സച്ചി ചെന്ന് ഫ്ലാറ്റിൽ കോളിംഗ് ബെൽ അടിക്കുക. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ നീലിമ ഒന്ന് വാതിൽ ഓർക്കുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആഹാ സച്ചിയോ, ഞാൻ ഓട്ടോ ഒന്നും വിളിച്ചിട്ടില്ലായിരുന്നില്ലല്ലോ, എന്താ സച്ചി ഇപ്പം ഈ സമയത്ത് ഇവിടെ വന്നതെന്ന് ചോദിക്കുക. അപ്പം സച്ചി പറയാം, ഞാൻ എന്തിനാ ഈ സമയത്ത് വന്നതെന്ന് നിനക്കറിയണോ? അപ്പോൾ നീലിമ ചോദിക്കുക, അതെന്താ സച്ചി പെട്ടെന്ന് നീ എടീന്നൊക്കെ ബഹുമാനം ഇല്ലാതെ ഇങ്ങനെ വിളിക്കുന്നത്? അല്ല അങ്ങോട്ട് മാറിക്കേ, ഞാൻ അകത്തോട്ടൊന്ന് കയറട്ടെ, എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ സച്ചി തള്ളി അങ്ങ് കയറുക. അപ്പോൾ നീലിമ പറയും, ഇതെന്താ സച്ചി ഇങ്ങനെ വന്ന് കാണിക്കുന്നത്? ഇത് ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം തന്നതുകൊണ്ടാണോ സച്ചി ഇങ്ങനെ കാണിക്കുന്നത്? എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ വീട്ടിൽ ഇടിച്ചു കയറുന്ന എന്തിനാ? എന്താ കാര്യം എന്ന് പറ. എന്താ കാര്യം എന്നൊക്കെ നിന്നോട് ഞാൻ പറയാം. ആദ്യം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ടെന്ന് പറയാം. അപ്പോൾ നീലിമ ചോദിക്കുക, സച്ചി എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എടി നീലി എന്നൊക്കെ ഇങ്ങനെ ബഹുമാനം ഇല്ലാതെ സംസാരിക്കാൻ സച്ചിക്ക് തോന്നുന്നുണ്ടോ? എന്താ സച്ചി ഇപ്പം ഇങ്ങനെ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ സച്ചി പറയാം, അതേ നീ നീലിമയല്ലേ, കാനഡയിൽ നിന്ന് വന്ന നീലിമ, നിനക്ക് എന്നെയാ മനസ്സിലായോ? നീ എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം ഉടനെ തന്നെ നീലിമ പറയുന്നുണ്ട്, പിന്നെ എനിക്ക് സച്ചി അറിയില്ലേ, ഞാനിപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് വരുമ്പം സച്ചിയല്ലേ ഓട്ടം വിളിക്കാറ്, നല്ലൊരു മനുഷ്യനാണെന്ന് വിചാരിച്ചാൽ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴാണ് മനസ്സിലായ ഇങ്ങനെയുള്ള സ്വഭാവമൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ സച്ചി പറയാം, അതെ എനിക്ക് ഇങ്ങനെയുള്ള സ്വഭാവമൊക്കെ ഉണ്ട്, എന്നെ പറ്റിക്കുന്നവരെ നന്നായിട്ട് ചോദ്യം ചെയ്യാൻ എനിക്കറിയാമെന്ന് പറയാം. അപ്പോൾ നീലിമ ചോദിക്കുക, ഞാനെങ്ങനെ നിങ്ങളെ പറ്റിച്ചെന്നാണ് പറയുന്നത്? ഏത് രീതിയിലാണ് ഞാൻ നിങ്ങളെ പറ്റിച്ചത്? അപ്പോൾ സച്ചി പറയുകയാണെ, അതെ നിനക്ക് എന്നെ മനസ്സിലാവാത്തതുകൊണ്ടാണ്. നിനക്കൊരു സുധി എന്ന് പറയുന്ന ഒരുത്തനെ അറിയാവോ? നിന്റെ പഴയ കാമുകൻ, നീ അവനെ തേച്ചിട്ട് പോയില്ലേ, അവനെ നല്ലവണ്ണം പറ്റിച്ചിട്ട് പോയില്ലേ, അവൻ്റെ അനിയൻ സച്ചിയെ ഞാൻ, നീ അവൻ്റെ കയ്യിൽ നിന്ന് 55 ലക്ഷം രൂപ തട്ടിക്കൊണ്ട് പോയില്ലേ, ആ പണം അവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതൊന്നും അല്ല. അപ്പോൾ ഉടനെ തന്നെ നീലിമ പറയും, ഓഹോ സുധിയുടെ അനിയനാണോ സച്ചി? ആ കൊള്ളാം, ഇപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലായത്. ആ പണം സുധി ഉണ്ടാക്കിയതൊന്നും അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അത് നിങ്ങളുടെ അച്ഛൻ്റെ പെൻഷൻ പണമാണെന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പം സച്ചി പറയും, ഓഹോ അപ്പം നിനക്ക് എല്ലാം അറിയാമായിരുന്നു, ആ പണം ഞങ്ങളുടെ അച്ഛൻ്റെ പെൻഷൻ പണമാണെന്ന്. എന്നിട്ടാണ് കള്ളി അത് തട്ടിയെടുത്തോണ്ട് നീ പോയത്, ഞങ്ങളെല്ലാം പറ്റിക്കാൻ നിനക്ക് തോന്നിയല്ലോ. അപ്പോഴേക്കും പറയുന്നുണ്ട് നീലിമ, അതെ ഞാൻ അത് തട്ടിയെടുത്തോണ്ട് പോയെങ്കിലേ അത് സുധിയോടെ തട്ടിയെടുത്തോണ്ട് പോയത്, നിങ്ങളുടെ ആരുടെയും കയ്യിൽ നിന്ന് ആ പണം ഞാൻ തട്ടിയെടുത്തില്ലല്ലോ. സുധി എന്ന് പറയുന്നവൻ ലിവൻ ചൂതാർ എന്ന് പറഞ്ഞ് കുറച്ച് നാൾ എൻ്റെ കൂടെ താമസിച്ച് അവൻ്റെ സ്വഭാവം മനസ്സിലാക്കിയപ്പോഴാണ് അവൻ്റെ കയ്യിൽ നിന്ന് ആ പണം കൊണ്ട് ഞാൻ പോയത്. അവൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ്. നിങ്ങളെയെല്ലാം ഒരു തരി പോലും ഇല്ലാതെ പറ്റിച്ച അവൻ ഒരിക്കലും എന്നെ പറ്റിക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവൻ്റെ കൂടെയുള്ള ജീവിതം വേണ്ടെന്ന് മതിയാക്കി ഞാൻ പോയപ്പം ആ പണം കൂടി അങ്ങ് ഞാൻ കൊണ്ടുപോയി എന്നുള്ളത് സത്യമാണെന്ന് പറയാം.
അപ്പം സച്ചി പറയും, ഓഹോ അങ്ങനെയൊക്കെ ആയിരിക്കും നീ പണം കൊണ്ടുപോയത്, പക്ഷേ ആ പണം ഞങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് ആ പണം ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് പറയുക. അപ്പം ഉടനെ തന്നെ പറയാ നീലിമ, പിന്നെ ആ പണം ഇപ്പം ഞാൻ തിരിച്ചു തരാൻ പോവല്ലേ, നിങ്ങൾക്ക് മേടിക്കാമെങ്കിൽ മേടിക്കും, ഞാനത് സ്തുതിയോടല്ലേ വാങ്ങിയതെന്ന് പറയുമ്പോൾ പറയുകയാണ് സച്ചി, അതെ ഞാൻ പോലീസിനെ വിളിക്കാം, പോലീസ് വരട്ടെ, നീ ആ പണം തട്ടിയെടുത്തുകൊണ്ട് പോയ പെരുങ്കള്ളിയാണെന്ന് ഞാൻ തെളിയിക്കാം, ഞങ്ങളുടെ പണം ഞങ്ങൾക്ക് തിരികെ കിട്ടണം, അവനൊരു പൊട്ടനായി പോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഉടനെ തന്നെ പറയാണ് കേട്ടോ നീലിമ, അതെ നീ വിളിക്ക്, പോലീസിനെ വിളിക്ക് സച്ചി, എന്താ വിളിക്കാത്തെ, വിളിക്കും, ആ പണത്തിൻ്റെ കാര്യത്തിൽ പോലീസ് വന്നാൽ ഒരു തീരുമാനം ഉണ്ടാകട്ടെ. നീ എന്താ വിചാരിച്ചത്, ആ പണം തട്ടിയെടുത്ത് ഞാൻ കൊണ്ടുപോയെന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്, പക്ഷേ ആ പണം നിന്റെ ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയ്ക്കും തിരികെ ഞാൻ കൊടുത്തു. അപ്പം സച്ചി ചോദിക്കുക, തിരികെ കൊടുത്തെന്നോ, ഇനിയും നീ വെറുതെ നുണ പറഞ്ഞ് നിൽക്കാമെന്ന് വിചാരിക്കണ്ട, നീ എപ്പോൾ അവർക്ക് തിരികെ കൊടുത്തെന്നാ പറയുന്നത്. അതെ അവർക്ക് ഞാൻ തിരികെ കൊടുത്തു, കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വരവിൽ അവരെന്നെ ട്രാപ്പിലാക്കി, ആ സുധി എന്ന് പറയുന്നവൻ മാത്രമാണ് ഇത് ചെയ്തതെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അവൻ്റെ ഭാര്യയുണ്ടല്ലോ ശ്രുതി, അവളൊരു അപാര സാധനം തന്നെയാണ്, തനി ഫ്രോഡാണ് അവളായി എന്നെ കുടുക്കിയത്, അങ്ങനെ അവളുടെ ബ്യൂട്ടി പാർലറിൽ വെച്ചാൽ എന്നെ കുടുക്കിയത്, ഞാൻ അവിടെ ട്രാപ്പിൽ പെട്ട് പോവായിരുന്നു, അങ്ങനെ അവര് എന്നോട് ആ പണം തിരികെ വാങ്ങിച്ചു, ഞാൻ ആ പണവും അതുകൂടാതെ അതിൻ്റെ പലിശയായിട്ട് ഒരു 3 ലക്ഷം രൂപയും കൂടി വാങ്ങിച്ചു, അതൊക്കെ ശ്രുതിയുടെ ബുദ്ധിയായിരുന്നു കേട്ടോ. അപ്പോൾ സച്ചി പറയും, എന്താ നീ പറയുന്നത്, ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് പറയാം. അപ്പോൾ ഉടനെ നീലിമ പറയാം, പിന്നെ തെളിവില്ലാതെ, അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കാര്യങ്ങളാണ്, അവരെന്നെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ നിർത്തുമായിരുന്നു ചെയ്തത്, ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് വെച്ചാലേ ഞാൻ പണം തരുവുള്ളൂ, അത് അന്ന് എനിക്ക് തോന്നിയ ഒരു ബുദ്ധിയാണ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പണം കൊടുത്തില്ല എന്ന് അവർ പറഞ്ഞേനെ. ആ പണവും അതുകൂടാതെ ഒരു 3 ലക്ഷം രൂപ പലിശയടക്കം ഞാൻ കൊടുത്തെന്നുള്ളത് സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ ചെന്ന് സച്ചി പോലീസിനെ വിളിക്കുക, കാര്യങ്ങൾ അറിയാം, നിന്റെ ചേട്ടനും ഭാര്യയും കൂടി ആ പണം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി എന്ന് പറയുമ്പോൾ സച്ചി പറയും, എന്നിട്ട് ആ പണം കിട്ടിയെന്ന് അവർ വീട്ടിൽ പറഞ്ഞില്ലല്ലോ, ഇതുവരെ അങ്ങനെ ഒരു പണം കിട്ടിയ കാര്യത്തെക്കുറിച്ച് ശ്രുതിയും അവിടെ പറഞ്ഞിട്ടില്ല. അതെ ശ്രുതിയും പറയില്ല, ശ്രുതിയെ ഒരു മണ്ടന, അവന് പറ്റിക്കാൻ എളുപ്പമാണ്, പക്ഷെ അവൻ്റെ ഭാര്യ ഉണ്ടല്ലോ അവൾ ബഹുകേമിയാ, അവളുടെ കയ്യിൽ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട് സച്ചി, അവളെ വിശ്വസിക്കാനേ കൊള്ളില്ല, അവളാണ് ആ പലിശ കൂടി എന്നോട് വാങ്ങിയത്, അന്ന് ഞാനൊരു പ്രോപ്പർട്ടിയുടെ ആവശ്യത്തിന് വന്നതാ, ഇവർ ഈ പണം തട്ടിപ്പറിച്ച് മേടിച്ചതുകൊണ്ട് എനിക്ക് ആ കാര്യം നടന്നുമില്ല, ഞാൻ തിരികെ പോവുകയും ചെയ്തു, അവരെ പറ്റിച്ച് ആ പണം തിരികെ വാങ്ങാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്, പിന്നെയും അതിന് മുതിരാതെ ഞാനങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സച്ചി പറയാം, അപ്പം പിന്നെ അവനെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം തട്ടിക്കൊണ്ട് പോയത് നീയാണോ നീലിമയെന്ന് ചോദിക്കുക. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, അതെ ഞാൻ തന്നെ ആ സുധിയെ തട്ടിക്കൊണ്ട് പോകുന്നത്, ആ പണം അല്ലെങ്കിൽ അതിൻ്റെ പലിശയെങ്കിലും എനിക്ക് തിരികെ വാങ്ങണമായിരുന്നു, അവൻ അങ്ങനെ പലിശ സഹിതം എന്നോട് വാങ്ങിച്ചപ്പം നിങ്ങളുടെ കുടുംബത്തോട് ചെയ്ത കള്ളത്തരം കണ്ടിട്ട് തന്നെയാണ് ഞാൻ അവനെ തട്ടിക്കൊണ്ട് പോയത്. അപ്പോൾ സച്ചി പറയാം, ഇല്ലല്ലോ അങ്ങനെ ഒരു പണത്തെക്കുറിച്ച് അവർ പറഞ്ഞിട്ടേ ഇല്ല. അപ്പോഴത്തേക്കും നീലിമ പറയുന്നുണ്ട്, അതെ ആ പണം കൊണ്ട് ആ കട തുടങ്ങിയിരിക്കുന്നത്, മനസ്സിലായോ, അല്ലാതെ ആ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചു കൊടുത്ത പണമൊന്നുമല്ല, നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ അച്ഛൻ അയച്ചു തന്നല്ലേ, അങ്ങനെയല്ല, ഈ പണം കൊണ്ടാണ് ശ്രുതി കട തുടങ്ങിയിരിക്കുന്നതെന്ന് പറയാ നീലിമ. അപ്പോൾ സച്ചി പറയാ, അങ്ങനെയാണോ കാര്യങ്ങളൊക്കെ, അതെ അങ്ങനെ തന്നെയാ, അതുകൊണ്ടാണ് ഞാൻ അവനെ തട്ടിക്കൊണ്ട് പോയിട്ട് ആ പണം ഒന്നേ തിരികെ തരണം, ഇല്ല കട എൻ്റെ പേരിൽ എഴുതി തരണം എന്ന് പറഞ്ഞത്, നിങ്ങളെ വീണ്ടും അവൻ പറ്റിച്ചോണ്ടേ ഇരിക്കുകയാണെന്ന് പറയാം. അപ്പോഴേക്കും ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട്, അതെ നീലിമേ നീ എൻ്റെ കൂടെ ഒന്ന് വീട്ടിലേക്ക് വരണം, ഞാൻ ചെന്ന് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അവരാരും വിശ്വസിക്കില്ല, അതുകൊണ്ട് നീ വീട്ടിൽ വന്ന് ഇതൊക്കെ ഒന്ന് പറയണമെന്ന് പറയാം. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു സച്ചി എനിക്കിപ്പോൾ ഇനി അതിനൊന്നും നേരെയില്ല, അതൊക്കെ അടഞ്ഞ അധ്യായ, ഇനി അതൊന്നും എനിക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് തെളിയിക്കണമെങ്കിൽ നീ സ്റ്റേഷനിൽ ചെന്ന് ചോദിക്കുക, അവിടെ നിന്ന് എല്ലാ ഡീറ്റെയിൽസും കിട്ടും, അത് കൊണ്ടുപോയി നിൻ്റെ വീട്ടിൽ നിൻ്റെ അച്ഛനെയും അമ്മയൊക്കെ കൊണ്ട് കാണിക്കുക എന്ന് പറയണം. അപ്പം സച്ചി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു നീലിമ അതൊക്കെ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് എടുക്കാം, പക്ഷേ നീലിമ കൂടി എൻ്റെ കൂടെ വരണം, ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ആരും അത് വിശ്വസിക്കില്ല, ഞാൻ എന്തെങ്കിലും കള്ളത്തരം പറയുകയാണെന്ന് ആ ശ്രുതിയും കൂടി പറഞ്ഞുണ്ടാക്കും, ഇത് അച്ഛനും അമ്മയൊക്കെ അറിയണം, അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ പറ്റിച്ചവൻ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ ആയാലും ശരിയാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നീലിമയെ നിർബന്ധിക്കുമ്പോൾ നീലിമ പറയുന്നുണ്ട് കേട്ടോ, ശരി ഞാൻ വരാമെന്ന് പറയാണ്. അങ്ങനെ സച്ചി നീലിമയും കൊണ്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് അങ്ങോട്ട് എല്ലാവരും വിളിക്കുക, എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങി വാ, എന്താ എല്ലാവരും നോക്കിയിരിക്കുന്നത്, അച്ഛാ അമ്മേ അതുപോലെ രേവതി എല്ലാവരും ഇങ്ങോട്ട് വന്നേ, ശ്രീകാന്തും വർഷയും എല്ലാവരും വരണം, എവിടെയാ ശ്രുതിയും ഒക്കെ പാർലർമ്മ എന്തിയെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുക. അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് രവി ചോദിക്കുന്നുണ്ട്, എന്താണ് സച്ചി എന്തിനാ ഈ കിടന്ന് വിളിക്കുന്നേ,
അതപ്പോൾ ഉടനെ തന്നെ വന്നേച്ച് ചന്ദ്രയും പറയാം, വെറുതെ കിടന്ന് ഇവൻ അലറുക, ഇവൻ എന്നെ ഭ്രാന്ത് പിടിച്ചോ, ഇനി എന്താ ആർക്കും ഒരു സൗര്യം തരില്ലെന്നാണോ ഇവൻ എന്താ ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ. ആ സമയത്താണെ സച്ചി അവിടെ റൂമിലൊക്കെ കസേരയൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു ഇതുപോലെ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. കോടതിയിലൊക്കെ ഉള്ള പ്രതികളൊക്കെ കയറി നിൽക്കുന്ന പ്രതിക്കൂടില്ലേ, അതുപോലെ ഒരു സാധനം ഉണ്ടാക്കുമോ കസേരയൊക്കെ ഇങ്ങനെ ഇട്ട്. എന്നിട്ട് ഇങ്ങനെ പറയാം, വാ വാ വാ, എവിടെ അവനെവിടെ, ശ്രുതി എവിടെയെന്ന് പറയാം. അപ്പോൾ ശ്രുതിയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചെന്ന് സച്ചി വിളിക്കുക, വാടാ ഇങ്ങോട്ട് ഇറങ്ങി വാ, ഇവിടെ വന്നേ നീ എന്ന് പറയാം. അപ്പോൾ അവർ ഇറങ്ങി വരും, എന്താ ഇവിടെ സംഭവിക്കുന്നേ എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോഴേക്കും സച്ചി പറയാം, വാടാ ഇവിടെ വന്നതേ, ഇതിൻ്റെ അകത്ത് നീ കയറി നിന്നേ എന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കുക, ഞാനെന്തിനാ ഇതിൻ്റെ അകത്ത് കയറി നിൽക്കുന്നത്, ഞാൻ എന്താ തെറ്റ് ചെയ്തിട്ടാ പ്രതിക്കൂട്ടി നിൽക്കുന്ന പോലെ എന്നെ പിടിച്ച് നിർത്തുന്നത്. അപ്പോൾ ചന്ദ്രൻ വന്നിട്ട് പറയാം, എന്താടാ ഇവിടെ കിടന്ന് അലറുന്നേ, നിനക്കെന്താ വട്ടു പിടിച്ചോ, നീ ഇപ്പം എന്തിനേ സൂതിയെ പിടിച്ച് ഇതിൻ്റെ അകത്ത് നിർത്തുന്നേ, ഇതെന്താ അവനെന്ത് തെറ്റാ ഇനി ചെയ്തത്, ഇനി എന്ത് കുറ്റം അവൻ്റെ തലയിലേക്ക് വെച്ച് ചാർത്താൻ വരുന്നത്. അപ്പോഴേക്കും പറയുന്നുണ്ട് രവിയും, അതെ എന്താന്ന് പറ സച്ചി എന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ പറയാം, ഇവൻ വലിയൊരു കള്ളത്തരം ഇവിടെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവനെ ഒന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വിളിപ്പിച്ചത്, എല്ലാവരുടെയും സംശയം നിർത്തി ഇവൻ്റെ തെറ്റ് തെളിയിക്കണം എന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയും, എപ്പോഴും തെറ്റെന്ന് പറഞ്ഞ് അവൻ്റെ തലയിലോട്ട് കയറുന്നത് എന്തിനാ, ആ പാവം ഒരുപാട് വിഷമിച്ചിരിക്കുകയല്ലേ, അവന് 30 ലക്ഷം രൂപയല്ലേ നഷ്ടം വന്നിരിക്കുന്നത്, അതോർത്ത് വിഷമിച്ചിരിക്കുന്ന എൻ്റെ കുഞ്ഞിനെ ഇനിയും കുറ്റക്കാരനാക്കാൻ ഓരോ കാരണം കണ്ടുപിടിച്ചിട്ട് വരുവാ ഇവൻ എന്ന് പറയുമ്പോൾ സച്ചി പറയും, ഓ നിങ്ങളുടെ കുഞ്ഞ്, അവനെ എടുത്തേ തൊട്ടിലിട്ട് ആട്ട്, അവൻ എന്താ ചെയ്ത് കൂട്ടിയെന്ന് എല്ലാവരും അറിയണം, നിങ്ങളെയൊക്കെ അവൻ നല്ലവണ്ണം പറ്റിക്കുകയായിരുന്നു. അപ്പോൾ സൂര്യയൊക്കെ, എന്താ സച്ചി നീ എന്തായി പറയുന്നേ, ഞാൻ എല്ലാവരെയും എങ്ങനെ പറ്റിച്ചെന്നാ നീ പറയുന്നത്, ഞാനാരെയും പറ്റിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ സച്ചി പറയാ, അതെ ഞാൻ പറയാം, ഒരു കാര്യം പറയാം, ഇവൻ അന്ന് 55 ലക്ഷം രൂപ അച്ഛൻ്റെ പെൻഷൻ കൊണ്ടുപോയി ഒരു പെണ്ണിന് കൊടുത്തില്ലായിരുന്നോ, കാനഡക്കാരി നീലിമ ആ പണം കൊണ്ട് പോയെന്നല്ലേ ഇവൻ പറഞ്ഞത്. അപ്പം രവി പറയാ, അങ്ങനെ തന്നെയാ പറഞ്ഞത്, അതല്ലേ സത്യം, ഇവനെ പറ്റിച്ച ആ പെണ്ണ് അത് കൊണ്ടുപോയി എന്നുള്ളത് നമുക്കെല്ലാം അറിയാമല്ലോ, ഇനി എന്തിനാ എപ്പോഴും അത് വിളിച്ച് പറയുന്നേ. അത് കേൾക്കുമ്പോൾ തന്നെ ശ്രുതിക്കും എന്തോ പന്തികേട് തോന്നിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം സച്ചി പറയാ, അതിലെ ഒരു സത്യമുണ്ട്, ആ പെണ്ണ് ആ പണം ഇവനെ പറ്റിച്ച് കൊണ്ടുപോയി, അത് സത്യം തന്നെയാണ്, പക്ഷെ ആ പെണ്ണ് ആ പണം തിരിച്ചു തന്നിട്ടുണ്ട്, അത് ഇവൻ മിണ്ടിയോ, ഇവൻ്റെ ഭാര്യയുടെ ഈ പാർലറമ്മ മണ്ടിയോ, മിണ്ടിയില്ലല്ലോ. അപ്പോൾ ഉടനെ തന്നെ ചോദിക്കുകയാണ് ശ്രീകാന്തെ, ആ പണം തിരികെ തന്നെന്നോ, എന്താ സച്ചിയത്തെ പറയുന്നത്, ഇതുവരെ ശ്രുതി ആ പണം ഇവിടെ തിരികെ തന്നെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ല, നമ്മൾ ആരും അറിഞ്ഞിട്ടുമില്ല, ഇവനെ ആ പണം തിരികെ കിട്ടി, എന്നിട്ട് ഇവിടെ ഇവൻ്റെ ഭാര്യ ശ്രുതിയും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അപ്പോൾ ശ്രുതി പറയാം, പിന്നെ ഇനി ഓരോ കള്ളത്തെളിവുമായിട്ട് വന്നിരിക്കുക, ആര് പണം തന്നെന്നാ പറയുന്നത്, അതിന് സച്ചിയുടെ കയ്യിൽ എന്ത് തെളിവാണ് ഉള്ളത്, ആ പെണ്ണ് പണം കൊടുത്തെങ്കിൽ പിന്നെ ഞങ്ങൾ ആ പണം എന്ത് കാണിച്ച്, ഞങ്ങൾ ആ പണം കൊണ്ട് എന്തെങ്കിലും ചെയ്തോ, അതിന് എന്തെങ്കിലും തെളിവുണ്ടോ സച്ചിയുടെ കയ്യിൽ നിന്ന് ചോദിക്കുക ശ്രുതി. അപ്പോൾ സച്ചി പറയും, ഓഹോ നീ ഭയങ്കര പിടിക്കുകയാണല്ലോ, തെളിവുണ്ടോന്നല്ലേ, ആ പണം കൊണ്ടല്ലേ നിങ്ങൾ കട തുടങ്ങിയത്, എന്നിട്ട് ആ വിവരം ഈ വീട്ടിൽ ആരെങ്കിലും നിങ്ങൾ അറിയിച്ചോ, ഇല്ലല്ലോ, രഹസ്യമായിട്ട് വെച്ചിട്ട് ആ പണം കിട്ടിയില്ല എന്ന് പറഞ്ഞു, ആ പണം മാത്രമല്ല അതിൻ്റെ പലിശയായിട്ട് ഒരു 3 ലക്ഷം രൂപ കൂടി ഇവർ വാങ്ങിച്ചാ. അപ്പോൾ രവി ചോദിക്കുക, ശരിയാണ് സുധി, ഇത് ആ പണം തിരികെ കിട്ടിയിട്ട് നീ എന്താ പറയാതിരുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ കട തുടങ്ങിയത്, നിങ്ങൾ കട തുടങ്ങിയത് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചെന്ന പണം കൊണ്ടാണെന്നല്ലേ പറഞ്ഞത്, ഇതിലൊക്കെ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അവിടെ വീണ്ടെടുത്ത് കിടന്ന് ഉരുളുവാ ശ്രുതി. അപ്പോൾ ശ്രുതി പറയാം, ഇല്ലച്ചാ ഇതിലൊരു വാസ്തവവും ഇല്ല, വെറുതെ പറയുന്ന അങ്കിളെ, ഇങ്ങനൊന്നുമില്ല, സച്ചി ഓരോരോ കാരണം കണ്ടുപിടിച്ച് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് വരുന്നതാ. അപ്പോൾ പറയേ സച്ചി, ആഹാ അങ്ങനെയാണെങ്കിൽ ആ പണം കൊണ്ടുപോയ നീലിമ അവൾ ഇവിടെയുണ്ട്, അവളെ ഞാൻ വിളിക്കട്ടെ, അവൾ വന്ന് സത്യങ്ങളൊക്കെ പറയട്ടെ എന്ന് പറയാണ്. അപ്പം അങ്ങ് കാറ്റ് പോവാണ് കേട്ടോ നമ്മുടെ ശ്രുതിയുടെയും. അപ്പോൾ സച്ചി വിളിക്കുക നീലിമേ എന്ന് വിളിക്കുമ്പോഴേക്കും നീലിമ അകത്തേക്ക് കയറി വരികയാണ്. നീലിമ വരുന്ന കണ്ട് അന്തം വിട്ട് നിൽക്കുക ശ്രുതി, അതുപോലെ തന്നെ ചന്ദ്രയും ഇങ്ങനെ നിൽക്കുക, ഏതാ ഈ പെണ്ണെന്നുള്ള രീതിയിൽ. അപ്പോൾ പറയുന്നുണ്ട് സച്ചിയെ, ദേ ഇതാ നീലിമ, ഇവള് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരുമെന്ന് പറയാം. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, ശരിയാ, ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം, അന്ന് ഇവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പണം കൊണ്ടുപോയിരുന്നു, ഇവനൊരു തനി ഫ്രോഡാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവൻ്റെ കയ്യിൽ നിന്ന് ആ പണം കൊണ്ട് ഞാൻ പോയത്, അതും ഇവൻ അധ്വാനിച്ചുണ്ടാക്കിയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പം എന്നെ ട്രാപ്പിലാക്കി ആ പണം ഇവളും കൂടി തട്ടിയെടുത്തു, എന്നോട് ആ പണം പോലീസ് സ്റ്റേഷനിൽ വെച്ചാൽ കൊടുത്തത്, ഞാൻ എഗ്രിമെൻറ്റും എഴുതിയാണ് കൊടുത്തത്, 3 ലക്ഷം രൂപ പലിശയും കൊടുത്തിട്ടുണ്ട്, ഇനി എന്നെ കുറ്റപ്പെടുത്താൻ ആരും വന്നേക്കരുതേ, ഇവർ തന്നെ അത് തിരികെ വാങ്ങിയിട്ടുണ്ട്, ഇനിയിപ്പം നിങ്ങൾക്കാർക്കും എന്നോട് പരാതിയില്ലല്ലോ. അപ്പോൾ ഉടനെ രവി ചോദിക്കുക, ശരിയാണോ സുധി, ഇത് നീ ആ പണം വാങ്ങിയിട്ട് എന്ത് കാണിച്ചു,
അപ്പം നീലിമ പറയാം ആ പണം വാങ്ങിയിട്ടാണ് ഇവർ കട തുടങ്ങിയത്. എന്നിട്ട് പറയാണ് ബിസിനസ് തുടങ്ങാൻ ഇവളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചു കൊടുത്തെന്ന്. ഇപ്പം മനസ്സിലായല്ലോ അങ്കിളിന്. ഞാൻ കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ തമ്മിൽ അയക്കൂ. ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിങ്ങൾ. ഇവനും ഇവൻ്റെ ഭാര്യ ഇവളുണ്ടല്ലോ ശ്രുതി, ഇവളും തനി ഫ്രോഡാണ്. ഈ ശ്രുതി എന്ന് പറയുന്നവിടെ പെരും കളിയാണെന്ന് പറയുക. അപ്പം ശ്രുതി ഇങ്ങനെ ഞെട്ടി നിൽക്കുക. നീലിമയാണെങ്കിൽ ഉള്ള സത്യങ്ങൾ മുഴുവൻ വിളിച്ച് പറയുകയാണ് കേട്ടോ. അപ്പം ശ്രുതിയാണ് പേടിച്ച് വരച്ച് ശ്രുതി നിൽക്കുക. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്ര ചോദിക്കുക, സത്യമാണോ ശ്രുതി ഈ പറയുന്നതൊക്കെ, ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ എന്ന്? നിങ്ങൾക്ക് പണം ഇവൾ തിരികെ തന്നോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക. പറയടി എന്ന് പറഞ്ഞ് ഒറ്റ ഒരെണ്ണം കൊടുക്കുക കാരണത്തിനിട്ട് കേട്ടോ ചന്ദ്ര. അപ്പം ശ്രുതി പറയുക, അതെ ഇവർ തിരിച്ചു തന്നു. ആ പണം കൊണ്ടാണോ നിങ്ങൾ കട തുടങ്ങിയത്? അല്ലാതെ നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചു തന്ന പണം അല്ലേടി എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര. അപ്പോൾ ശ്രുതി പറയാം, ആൻറ്റി ക്ഷമിക്കണം, അന്നേരം അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. പണം തിരികെ കിട്ടിയപ്പോൾ ഞങ്ങളത് ബിസിനസ് തുടങ്ങി എന്നുള്ളത് സത്യമാണ്. ആരെയും എല്ലാവരെയും അറിയിച്ച് വീതിച്ച് കൊടുത്താൽ പിന്നെ ഞങ്ങൾക്ക് പണം കിട്ടിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ചന്ദ്ര പറയാം, ഓഹോ അപ്പം നീ എല്ലാവരുടെയും മുമ്പിൽ നുണ പറയായിരുന്നല്ലേ, നിന്നെ ഞാൻ വിശ്വസിച്ചെന്നുള്ളതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര നല്ലതായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ശ്രുതിയോട്. അങ്ങനെ ശ്രുതിയോട് ഇനി ഒരു പോരിനൊക്കെ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്ര. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്